സ്നേഹം നീ മാത്രമേ. നിലവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 1 തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വണ്ണം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദിവ്യകാരുണ്യനാഥ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണമായി ശരണപ്പെടുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ഉള്ളം തുറന്ന് സ്നേഹിക്കുവാൻ, അങ്ങിൽ വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബജീവിതത്തെയും അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവേ, സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച അങ്ങയുടെ സ്നേഹ സാന്നിധ്യം ഇതാ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളും അനുഭവിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന അങ്ങയുടെ സാന്നിധ്യം, ഓ കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾ, പീഡകളും ആകുലതകളും നിരാശകളും തോൽവികളും എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കാക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അണഞ്ഞുപോയ ദീപം അങ്ങ് തെളിക്കണമേ. എൻ്റെ അന്ധകാരം അങ്ങ് അകറ്റണമേ. മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിൻ മാറോട് ചേർത്തിടുവാൻ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണ് എന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുള്ളതിനാൽ, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ അനർത്ഥങ്ങളിൽ ഞാൻ ഭയപ്പെടുകയോ കുലുങ്ങുകയില്ല. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നതിനാൽ ഞാൻ അങ്ങിൽ പ്രത്യാശിക്കുന്നു. ഓ കർത്താവേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ നീ കാക്കണമേ. അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം നൽകണമേ. അങ്ങയുടെ ചിറകുകളുടെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. നിലമൊഴുകും വഴിയിൽ ഞാൻ പോരാം, നിൻ പാദം
കർത്താവേ, അങ്ങാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും. എൻ്റെ രക്ഷാശിലയും അഭയം നൽകുന്ന പാറയും എൻ്റെ പരിചയും അഭയകേന്ദ്രവും അങ്ങാണല്ലോ. കർത്താവേ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ഓ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്നും ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് ഞങ്ങളുടെ നിലവിളികൾ അവിടുത്തെ കാതുകളിലെത്തി. ഉന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് ഞങ്ങളെ പിടിച്ച്, പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ പൊക്കിയെടുത്ത്, പ്രബലമായ ശത്രുവിൽ നിന്നും ഞങ്ങളെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ച്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നയിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം: ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഇതാ മഹത്വത്തിൻ്റെ രാജാവ്, പ്രബലനും ശക്തനുമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് ഇതാ തിരുവോസ്തു രൂപത്തിൽ നമ്മോട് കൂടെ. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് അവൻ ആരാധന അർപ്പിച്ച് നമ്മുടെ ഓരോ ജീവിത നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് ദിവികാരുണ്യ ഈശോയെ സ്തുതിച്ചും ആരാധിച്ചും ഈ സമയം നമുക്ക് ചിലവഴിക്കാം. ഓ ദിവികാരുണ്യനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നു. നമുക്കൊന്ന് ചേർന്ന് ദിവികാരുണ്യനാഥനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് സ്തോത്രം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോട് സഹവസിക്കുന്ന എല്ലാ മക്കളോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.